അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ഷെയ്ഡ് ഉണ്ട്. ഇത് മൂപ്പരിയും അതേപോലെ വെള്ളാപ്പള്ളിയുടെ ഒക്കെ കുറെ വിഷയങ്ങളുണ്ട്. ഇത് പറയില്ല എന്ന് വെച്ചതാണ്. പക്ഷെ പറയല്ലാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവരുടെ വിചാരം എന്താണെന്നറിയോ? നമുക്ക് ഇതിനൊന്നും മറുപടി പറയാൻ സാധിക്കില്ലെന്നും അല്ലെങ്കിൽ നമ്മൾ അതിനൊന്നും കഴിവില്ലാത്തവരാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ്. സത്യത്തിൽ എന്താണ് ഇവരുടെ ഇത്തരം വൃത്തികെട്ട ഇത്തരം ഒരു നിലക്കും യോജിക്കാത്ത പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയാത്തത് എന്ന് വെച്ചാൽ, ഒരു മുസ്ലിമിന്, വിശ്വാസിയായ ഒരു മുസ്ലിമിന് അന്യമതസ്ഥരുടെ ആരാധനാ വസ്തുക്കളെ കളിയാക്കാൻ പാടില്ല. ഇത് ഖുർആൻ പറയുന്നതാണ്. അപ്പം നമ്മൾ അതിനെ അനുസരിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ മേലേക്ക് നിരന്തരം ആവശ്യമില്ലാത്ത സംസാരങ്ങളുമായി മൂപ്പരും വെള്ളാപ്പള്ളിയും മറ്റുള്ളവരും ഇനി ഇല്ലാത്ത ഒരു തകാടിയേയും ഇതിൽ ബാക്കിയില്ല. ഇങ്ങനത്തെ എല്ലാ വിഷജന്തുക്കളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര പ്രധാനമന്ത്രിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. എനിക്ക് മാതാവ് എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മയാണ്. എനിക്ക് പിതാവ് എൻ്റെ പിതാവാണ്. ഇവിടെ ചിലവർക്കൊക്കെ മാതാവ് പശുക്കളും പിതാക്കള് കാളകളുമായേക്കാം. നമുക്കതിന് വിരോധമൊന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ചിട്ട് ബോധറേ ആവുന്നില്ല. വിശ്വാസം അവരവരുടെ വിശ്വാസവുമായി അവർ മുന്നോട്ട് പോയിക്കോട്ടെ. ഇതേ മാതാവ് പശുവാണെന്ന് പറയുന്നവർ തന്നെ ഭാരതം മാതാവാണെന്ന് പറയുന്നു. ഭാരതം മാതാവാണെങ്കിൽ, എനിക്കിത് പറയാൻ വളരെ പ്രയാസമുണ്ട് കേട്ടോ, പക്ഷെ എങ്കിലും ഒരു ഉദാഹരണമെങ്കിലും പറയാതിരുന്നാൽ അത് ശരിയല്ലല്ലോ. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ പിതാവിൻ്റെ ലിംഗം കിട്ടുന്നത്? ഭാരതം മാതാവാണല്ലോ. മാതാവിൻ്റെ വയറ്റുന്നും മാതാവിൻ്റെ ശരീരം പൊളിക്കുമ്പോഴും പിതാവിൻ്റെ ലിംഗം കിട്ടുന്നു എന്ന് ഇത് പറയാൻ തോന്നിയിട്ടല്ല, പറയാൻ താല്പര്യവുമില്ല. അപ്പം നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനറിയാം. ഇപ്പം നമ്മളുടെ ഹൂറിങ്ങളുടെ, അതായത് മരണശേഷം സ്വർഗത്തിൽ വെച്ചിട്ട് പുരുഷന്മാർക്ക് അവരിഷ്ടപ്പെടുന്ന ഇണകളെ കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് സ്ത്രീകൾക്കും അവരിഷ്ടപ്പെടുന്ന ഇണകളെ കിട്ടുന്നുണ്ട്. ഇതിൽ ഒരു ഭാഗം മാത്രം എടുക്കുകയാണ്. വിൽദാനുൻ മുഹല്ലദൂൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് ലുലു എന്നാ പറഞ്ഞിരിക്കണത്, മുത്തുപോലെ ആയിരിക്കുന്നു. അതവർ പറയൂല. മുഅ്മിനുകളായ വിശ്വാസികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ സ്ത്രീയും പെടും പുരുഷനും പെടും. അവർക്ക് രണ്ടു കൂട്ടർക്കും അവരിഷ്ടപ്പെടുന്ന ഇണകളുണ്ട് അവിടെ എന്നാണ് പറയുന്നത്. ഇത് ചില പാതിരാ വയലുകളിൽ മേമ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് ചില നീളം തലീക്കെട്ടുകാരും വാളം തലീക്കെട്ടുകാരും അങ്ങോട്ട് പറഞ്ഞ് മറ്റുള്ളവർക്കില്ലാത്തൊരു വടി കയ്യിലുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതിനോടും എനിക്കെതിരാണ്. ഞാൻ പറഞ്ഞു വന്നത് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഞങ്ങൾക്കത് നിഷിദ്ധമായതുകൊണ്ട് മാത്രം ഒരു സൂചന തന്നു എന്ന് മാത്രം. അതേപോലെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ശൈലജ ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ എത്രമാത്രം മോശമാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണെന്നറിയോ? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ
എന്താണ് ഈ പറയണെന്ന് മനസ്സിലാവണം. ഇതാ ഇതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. CPM പോലെയുള്ള ഒരു വലിയ കക്ഷി തന്നെ സംരക്ഷിക്കും എന്നൊരു വിശ്വാസം വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകുമോ? അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാകാൻ വഴിയില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴായിട്ട് പറയുന്ന അഭിപ്രായങ്ങൾ നമ്മളെല്ലാവരും കാണാറുള്ളതാണ്. അദ്ദേഹം പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് മടിയില്ല. ഒരു മടിയില്ല കേട്ടോ. അദ്ദേഹം അഭിപ്രായത്തിന് ഭിന്നമാണെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കാറുമില്ല. ഞങ്ങളിപ്പോ സ്വീകരിച്ചിരിക്കണം എന്താണെന്നറിയോ? മൂപ്പര് പറയണൊക്കെ ശരിയാണെന്നുള്ള നിലക്കാണ് ഞങ്ങളെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പരനാറിയെന്ന് എപ്പോഴും മറ്റുള്ളവരെ പറയുന്ന, നികൃഷ്ട ജീവി എന്ന് മറ്റുള്ളവരെ പറയുന്ന, കുലം കുത്തി എന്ന് മറ്റുള്ളവരെ പറയുന്ന, എട്ടണ അട്ടിവെച്ചവനെന്ന് മറ്റുള്ളവരെ പറയുന്ന, അതുപോലെ തന്നെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയാണ് കള്ളൻ എന്ന് KM ഷാജി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ 1-2 കേസല്ല 14 കേസിട്ട ആ മുഖ്യമന്ത്രി ഇയാളെയും കയറ്റി വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണേ. അപ്പം ഈ കൊണ്ടുപോകണതൊക്കെ ഞങ്ങൾക്ക് അത് ശരിയാണെന്ന് തോന്നിയിട്ടാണ്. ഷൈല ടീച്ചർ മോശക്കാരി അല്ലല്ലോ പാർട്ടിയിൽ. ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം, ആ സമൂഹത്തെ എല്ലാ നിലക്കും ആക്രമിക്കുവാനുള്ള ഒരു ടെൻഡൻസിയാക്കി വളർത്തിയെടുക്കുന്നതിൽ മാർക്കിസവും വെള്ളാപ്പള്ളിയും SNDPയുടെ മറ്റുള്ളവരാണെങ്കിലും നായർ സമുദായമാണെങ്കിലും എന്ന രീതിയിൽ, സത്യത്തിൽ ഈ സമുദായങ്ങളല്ല കേട്ടോ ഇതിൻ്റെ കുറ്റക്കാർ. പക്ഷെ അതിൽ കുറച്ച് ലീഡേഴ്സ് എന്ന് പറയുന്നവർ വന്നിട്ട് അതിൻ്റെ മൊത്ത കുത്തക ഏറ്റെടുത്തിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ എന്നും പറഞ്ഞുകൊണ്ട് സമുദായത്തിൽ വൃത്തികെട്ട ഒരു സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കുന്ന ഈ പ്രവണത അത് ശരിയല്ല. മറുപടി പറയാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, ഞങ്ങൾക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞങ്ങളോട് അങ്ങനെ പറയരുത് എന്ന് ഞങ്ങളുടെ മതത്തിൻ്റെ ഒരേ ഒരു ഗ്രന്ഥമായ എവിഡൻസ് ബുക്കായിട്ടുള്ള ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങളെത്ര പ്രകോപിപ്പിച്ചിട്ടും ഞങ്ങളതിന് മറുപടി പറയാത്തതും. അതോടൊപ്പം തന്നെ ചെച്ചല പട്ടികൾ റോഡിൽ ഒരുപാട് കുരക്കാറുണ്ട്. ആ കുരക്കുന്ന പട്ടികൾക്കെല്ലാം കല്ലെറിയ എന്നുള്ളത് ഞങ്ങളുടെ പണിയല്ല എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം എങ്ങനെ മതിയാവുമെന്ന് വിചാരിക്കണോ? ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറയുന്നില്ല, പക്ഷേ മനസ്സിലാക്കിക്കോളി.